വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലേക്ക് കോൺഗ്രസ് നേതാക്കന്മാരും UDF നേതാക്കന്മാരുമൊക്കെ നെട്ടോട്ടം ഓടുന്ന കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വരി വരിയായിട്ട് ഓരോ കോൺഗ്രസ് നേതാക്കന്മാരും ഇതര UDF നേതാക്കന്മാരുമൊക്കെ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലേക്കും തന്തയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ വീട്ടിലേക്കുമൊക്കെ വരി വരിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിൽ നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ മുതൽ ഇങ്ങോട്ട് ബിന്ദു കൃഷ്ണ, അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മുതലായ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ മത്സരിച്ച് വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ സന്ദർശിച്ച് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് കാല് വണങ്ങി അനുഗ്രഹം തേടുന്ന തിരക്കിലാണ്. ഇനിയും കോൺഗ്രസ് നേതാക്കന്മാർ അനവധി പോകാനുണ്ട്. അതുപോലെ UDF നേതാക്കന്മാരും അനവധി പോകാനുണ്ട്. അവരൊക്കെ വരും ദിവസങ്ങളിൽ ഈ മഹാനായ വ്യക്തിത്വത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകും. അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങി. ഇതിലൊന്നും തർക്കമില്ല. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മഹാൻ അത് വെള്ളാപ്പള്ളി നടേശനാണ് എന്ന ഒരു കാഴ്ചപ്പാട് ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉള്ളതുപോലെയാണ് അവരുടെ കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇവിടെ വൈരുദ്ധ്യകരായിട്ടുള്ള മറ്റുള്ള ആളുകളൊന്നും ഇല്ലാത്ത പശ്ചാത്തലത്തിൽ എല്ലാവരും വലിയ ഭാഗ്യമായിട്ട് വലിയ പുണ്യമായിട്ട് കാണുകയും ചെന്ന് അനുഗ്രഹം തേടുകയും ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ സമക്ഷത്തിലാണ്. അത്രമാത്രം മഹത്വമാണ് കേരളത്തിൽ ഇന്ന് ഈ 90 വയസ്സ് പിന്നിട്ട വെള്ളാപ്പള്ളി നടേശന് ഉള്ളത് എന്ന തരത്തിലാണ് കോൺഗ്രസുകാരുടെ ഈ നെട്ടോട്ടം. അതിൽ ഒന്നാം സ്ഥാനത്ത് VD സതീശനുണ്ട്. തുടർന്ന് ആഭ്യന്തരമന്ത്രി ചെന്നിത്തലയുണ്ട്, ബിന്ദു കൃഷ്ണയുണ്ട്. പല കോൺഗ്രസ് നേതാക്കന്മാരും ഈ ഒരു യാത്ര അഥവാ ഈ മഹാനെ കാണാനുള്ള യാത്ര അത് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാ തിരക്കുകളും ഭരണപരമായ പ്രശ്നങ്ങളുമൊക്കെ മുന്നണിപരമായ പ്രശ്നങ്ങളുമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇതിനു വേണ്ടി ഇവർ സമയം കണ്ടെത്തി ഇദ്ദേഹത്തിന്റെ വടിക്കൽ എത്തിച്ചേരുന്നുണ്ട്. അതേസമയം നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഒരു പൊടി കൂടി കടന്ന് അദ്ദേഹം തുഷാർ വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിന് സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പോൾ 90 വയസ്സ് കഴിഞ്ഞ ഈ വെള്ളാപ്പള്ളി നടേശനെ ഈ കോൺഗ്രസ് നേതാക്കന്മാർ സന്ദർശിക്കുന്നതും അദ്ദേഹത്തിന്റെ മകനായ തുഷാർ വെള്ളാപ്പള്ളിയെ കണ്ടു വണങ്ങുന്നതുമൊന്നും കേരളത്തിൽ വലിയ ചർച്ചയാകുന്നില്ല. പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് അതൊന്നും വലിയ ചർച്ച ചെയ്യേണ്ട വിഷയമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം അവരതിനെ നിസ്സാരവൽക്കരിച്ച് തള്ളുകയാണ് ചെയ്യുന്നത്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. പല സമുദായ നേതാക്കന്മാരെയും പല കാലഘട്ടങ്ങളിലും ഈ UDF നേതാക്കന്മാരൊക്കെ ചെന്ന് കണ്ട് അനുഗ്രഹം വാങ്ങിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് NSSന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ SNDPയുടെ കാര്യത്തിലായാലും ഇനി സമസ്ത EK വിഭാഗങ്ങളുടെ കാര്യത്തിലായാലും അതല്ലെങ്കിൽ ക്രൈസ്തവ സഭാ മതമേലധ്യക്ഷന്മാരുടെ കാര്യത്തിലായാലും ഇവരെല്ലാം അങ്ങോട്ട് ചെന്ന് അനുഗ്രഹം വാങ്ങുന്ന കാഴ്ചകൾ ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിവുള്ളതാണ്. അവർ പലതവണ അത് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ വെള്ളാപ്പള്ളി നടേശനെ ഇവരെല്ലാം മത്സരിച്ച് ചെന്ന് കണ്ട് അനുഗ്രഹം വാങ്ങുമ്പോൾ നമ്മൾ ഓർക്കുന്ന കാര്യം മറ്റൊന്നുമല്ല. ഒരു മാസം മുമ്പ് ഇതായിരുന്നില്ല ഇവരുടെ സ്ഥിതി. ഈ കോൺഗ്രസുകാരുടെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ UDF നേതാക്കന്മാരുടെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ലീഗ് നേതാക്കന്മാരുടെ കാഴ്ചപ്പാടിൽ കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദിയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. അതായത് ഒരു മാസം മുമ്പ് വരെ അദ്ദേഹം അപ്രകാരമുള്ള ഒരു വ്യക്തിയായിരുന്നു. വർഗീയ വിഷം തുപ്പുന്നവനായിരുന്നു. ഈ വെള്ളാപ്പള്ളി നടേശനെ അന്ന് നഗശ്രീകാന്തം എതിർക്കുകയും വിമർശിക്കുകയും ചെയ്തിട്ടുള്ള നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഈ VD സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരും ഉണ്ടായിരുന്നു. ലീഗിന്റെ നേതാക്കന്മാർ ഒന്നടങ്കമുണ്ടായിരുന്നു. ഇങ്ങനെ UDFന്റെ നേതാക്കന്മാരെല്ലാം കൂടി ഒന്നടങ്കം ഇദ്ദേഹത്തിനെ വിമർശിക്കുകയും ഇദ്ദേഹത്തിന്റെ വാക്കുകളെ നിശിതമായിട്ട് വിമർശിക്കുകയും വെള്ളാപ്പള്ളി നടേശൻ ഒരു വലിയ വർഗീയവാദിയാണ്, വിഷം തുപ്പുന്ന ആളാണ്, ശശികല ടീച്ചറെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ്
അദ്ദേഹത്തിനെ ഒരു വലിയ വർഗീയവാദിയാക്കി മാറ്റുകയും മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരനുഭവം പിടിച്ചു പറ്റുകയും ചെയ്തു. ഇങ്ങനെ മുസ്ലിങ്ങളുടെ വോട്ട് ധ്രുവീകരണം ലക്ഷ്യം വെച്ച്, മുസ്ലിങ്ങളുടെ അനുഭാവം ലക്ഷ്യം വെച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ ഏറ്റവും നിർദ്ദിഷ്ട ജീവിയായിട്ട് ചിത്രീകരിച്ചവനാണ് ഈ പറയപ്പെടുന്ന വി.ഡി. സതീശനും അദ്ദേഹത്തിന്റെ അനുയായികളും ലീഗ് അടക്കമുള്ള ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും. ആ സാഹചര്യത്തിലാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായി വിജയൻ ഈ വെള്ളാപ്പള്ളിയെ തന്റെ കാറിൽ കയറ്റി എന്നൊരു വിവാദം ഉണ്ടാകുന്നത്. 1 കിലോമീറ്റർ ദൂരം മുഖ്യമന്ത്രിയുടെ കൂടെ വെള്ളാപ്പള്ളി നടേശൻ കാറിൽ സഞ്ചരിക്കുകയുണ്ടായി. അന്നത്തെ മുഖ്യമന്ത്രി അന്ന് തന്നെ അതിന് വിശദീകരണം നൽകിയതാണ്. 90 കഴിഞ്ഞ ഒരു വയോധികനെ യാത്ര ചെയ്യാൻ തന്റെ കാറിൽ സൗകര്യം കൊടുത്തു എന്ന് അദ്ദേഹം വിശദീകരിച്ചതാണ്. അതിൽ വലിയ തെറ്റ് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. അവിടെ രാഷ്ട്രീയമായ മറ്റു ആശയപരമായ വിഷയങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് മനുഷ്യത്വപരമായ ഒരു സമീപനം അന്നത്തെ മുഖ്യമന്ത്രി സ്വീകരിക്കുകയാണ് ചെയ്തത്. അത് അദ്ദേഹം പൊതുമധ്യത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിന് ഒരു കുറ്റബോധവും തോന്നിയിട്ടില്ല, ഇന്നും തോന്നിയിട്ടില്ല. അതിൽ തോന്നേണ്ട കാര്യമില്ല. പക്ഷെ അതിനെ വലിയ വർഗീയതയായിട്ട് ആളിക്കത്തിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ വിഷം തൂക്കുന്ന ഈ വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി തന്റെ കാറിൽ കയറ്റി കൊണ്ടുപോയി CPM അയാളുമായിട്ട് സന്ധി ചെയ്തു, ഇയാൾക്ക് അനുകൂലമായിട്ട് മുഖ്യമന്ത്രി അടക്കം നിലനിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ ഒരു വിഷയമാക്കി മുസ്ലിങ്ങളുടെ കൺസോളിഡേഷൻ ലക്ഷ്യം വിട്ട് വലിയ പ്രചരണങ്ങൾ നടത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ അന്നത്തെയും ഇന്നത്തെയും കോൺഗ്രസ് നേതാക്കന്മാരും UDF നേതാക്കന്മാരും പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ പരിശ്രമം പിന്നീടുള്ള നാളുകളിലൊക്കെ തുടർന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും അതൊരു വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരികയും അങ്ങനെ മുസ്ലിങ്ങൾക്കിടയിൽ ഈ പറയപ്പെടുന്ന വിഷം കുത്തിച്ചെലുത്തി അവരെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനും അങ്ങനെ അവരുടെ ഒരു കൺസോളിഡേഷൻ സ്ഥാപിച്ചെടുക്കാനും അതിലൂടെ അവരുടെ വോട്ട് തട്ടിയെടുക്കാനും ഈ കോൺഗ്രസിനും UDFിനും സാധിച്ചിട്ടുണ്ട്. അതിന്റെ പരിണിത ഫലമായിട്ടാണ് UDF ഇത്ര വലിയൊരു വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നേടിയത്. നമുക്ക് ചോദിക്കാനുള്ളത് ഈ വിഷയത്തിൽ ലീഗിന്റെ നിലപാട് എന്താണ് എന്നുള്ളതാണ്. ഒരു ലീഗ് നേതാവും ഈ വി.ഡി. സതീശനോ രമേശ് ചെന്നിത്തലയോ വെള്ളാപ്പള്ളി നടേശന്റെയും മകന്റെയും വീട്ടിൽ സന്ദർശനത്തിന് ചെന്നതും അവർ ഇങ്ങോട്ട് സന്ദർശനത്തിന് വന്നതുമൊന്നും ഒരു വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നിട്ടില്ല, അല്ലെങ്കിൽ അതിൽ അവരാരും ഇതുവരെ ഒരു വാക്ക് പോലും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. പണ്ട് പിണറായി വിജയന്റെ കാര്യത്തിൽ ആലിളകിയ ഈ ലീഗ് നേതാക്കന്മാർക്ക് എന്തുകൊണ്ടാണ് ഈ സതീശന്റെയും അതുപോലെ രമേശ് ചെന്നിത്തലയുടെയും ബിന്ദു കൃഷ്ണയുടെയും കാര്യത്തിൽ ആലിളകാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് ഒരു വാക്ക് പോലും അവർ പ്രതികരിക്കാത്തത്? കാരണം മറ്റൊന്നുമല്ല, ലീഗിനെ സംബന്ധിച്ച് എന്നും രാഷ്ട്രീയപരമായിട്ട് ഇരട്ടത്താപ്പുള്ള നയമാണ് സ്വീകരിച്ച് ശീലം. അതായത് അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന തരത്തിലാണ് എക്കാലത്തും മുസ്ലിം ലീഗ് തങ്ങളുടെ രാഷ്ട്രീയ സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അധികാരം കിട്ടാൻ വേണ്ടി വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയാണ് എന്ന് മുദ്രകുത്തിയപ്പോൾ അധികാരം കിട്ടിയതിനു ശേഷം കേരളത്തിലെ ഏറ്റവും വലിയ മതേതരവാദി വെള്ളാപ്പള്ളി നടേശനാണ് എന്ന നിലപാടിലേക്ക് ലീഗ് മാറിയിട്ടുണ്ട്. അഥവാ ലീഗിനെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും ഒരു മുതലെടുപ്പ് രാഷ്ട്രീയം മാത്രമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് അധികാരമില്ലാത്ത ഒരവസ്ഥ ലീഗിനെ വല്ലാതെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. ലീഗിന് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ നഷ്ടങ്ങൾ തികത്താനുള്ള തത്രപ്പാടിലാണ് ലീഗ് എന്ന് പറയുന്നത്. ലീഗിനെ എപ്പോഴും താങ്ങി നിർത്തുന്നത് സ്വകാര്യ മുതലാളിമാരും ബസ് മുതലാളിമാരും മറ്റ് കുത്തകകളുമൊക്കെയാണ്. അധികാരമില്ലാത്തത് കൊണ്ട് കഴിഞ്ഞ 10 വർഷം ഇവരുടെ കയ്യിൽ നിന്ന് കാര്യമായ സംഭാവനകളോ സാമ്പത്തിക സഹായങ്ങളോ ഒന്നും ലീഗിന് കിട്ടിയിട്ടില്ല. അത് വലിയ നഷ്ടം പാർട്ടിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ നഷ്ടം നികത്താനുള്ള തിരക്കിലാണ് നിലവിൽ മുസ്ലിം ലീഗ്. ഈ ചെറുകിട ബസ് മുതലാളിമാരെയും വൻകിട ബസ് മുതലാളിമാരെയും മറ്റ് സ്വകാര്യ മുതലാളിമാരുടെയും കുത്തകകളുടെയും ഒക്കെ
പ്രീതി അധികാരത്തിന്റെ തണലിൽ വീണ്ടും പിടിച്ചെടുത്ത് തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സംഭാവനകൾ ഇരട്ടിയാക്കി അവരിൽ നിന്ന് ഈടാക്കി തങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഒന്ന് ഉറപ്പുവരുത്താനും നേതാക്കന്മാരുടെ കീശ നിറക്കാനുമുള്ള തത്രപ്പാടിലാണ് ലീഗ്. അതിന്റെ ഇടയിൽ എന്ത് വെള്ളാപ്പള്ളി, എന്ത് തുഷാർ വെള്ളാപ്പള്ളി. പക്ഷേ വെള്ളാപ്പള്ളിയുടെ കാര്യം നമ്മൾ മാറ്റി നിർത്തിയാൽ തന്നെ മകൻ തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹം ആരാണ്? അദ്ദേഹം BJPയുടെ ഘടകകക്ഷിയ VDJSന്റെ നേതാവാണ്. മാത്രമല്ല NDAയുടെ കേരളത്തിലെ കൺവീനറാണ്. NDAയുടെ കൺവീനർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പദവി എന്താണ് എന്ന് ഈ UDFകാർ ഒരിക്കലും മറക്കാൻ പാടുള്ളതല്ല. തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ മംഗലാപുരത്തേക്കൊരു സന്ദർശനം നടത്തിയതും അവിടെ വെച്ച് NDA നേതാക്കളുമായിട്ട് ചില ചർച്ചകൾ നടത്തിയതും അത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള സംശയം ബാക്കി വെച്ചതുമൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ ചെറിയ തോതിലെങ്കിലും റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ നിലവിൽ തെരഞ്ഞെടുപ്പ് ജയിച്ചു, VD സതീശൻ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ശേഷം വെള്ളാപ്പള്ളിയുമായിട്ടും മകൻ തുഷാർ വെള്ളാപ്പള്ളിയുമായിട്ടും അദ്ദേഹം ഊഷ്മളമായ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ ഈ ശ്രമവും അന്നത്തെ അദ്ദേഹത്തിന്റെ യാത്രയും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടു പോകുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ട് എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അത് എന്താണ് എന്ന് ഭാവിയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.